ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. ഷാങ്ഹായ് സഹകരണ സംഘടനാ നേതാക്കളുടെ സമ്മേളനം ഇന്ന്. വെർച്വൽ സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരണാസിയിൽ വിവിധ ചടങ്ങുകളിൽ സംബന്ധിക്കും. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 94%ത്തിലേക്ക്. കേരളത്തിൽ ഇന്നലെ 5861 പേർക്ക് രോഗമുക്തി. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം തമിഴ്നാട് തീരത്തേക്ക്. കേരളത്തിലും ജാഗ്രതാ നിർദ്ദേശം. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെ ഇന്ന് വിജിലൻസ് ചോദ്യം ചെയ്യും. ISL ഫുട്ബോളിൽ ഇന്ന് ഗോവ നോർത്ത് ഈസ്റ്റ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഷാങ്ഹായ് സഹകരണ സംഘടനാ നേതാക്കളുടെ സമ്മേളനം ഇന്ന് നടക്കും. വെർച്വലായി നടക്കുന്ന സമ്മേളനത്തിന് ഇന്ത്യ അധ്യക്ഷത വഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി മോഹൻ. ഇന്ത്യയ്ക്ക് സംഘടനയിൽ പൂർണ്ണ അംഗത്വം ലഭിച്ച ശേഷം ആദ്യമായാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചർച്ച സംഘടിപ്പിക്കുന്നത്. വ്യാപാര വ്യവസായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും ചർച്ച. കഴിഞ്ഞ വർഷം നവംബർ 2-നാണ് ഇന്ത്യയ്ക്ക് ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ അധ്യക്ഷത കൈവരുന്നത്. സമാധാനം, സുരക്ഷ, വ്യാപാരം, സമ്പദ്സ്ഥിതി, സംസ്കാരം എന്നീ മേഖലകളിൽ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനയെ ഇന്ത്യ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. കോവിഡ് മഹാമാരി മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യ നിർദ്ദേശങ്ങൾ സമർപ്പിക്കും. റഷ്യ, ചൈന, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഇതിനു പുറമെ നിരീക്ഷണ പദവിയുള്ള അഫ്ഗാൻ പ്രസിഡന്റ്, ഇറാനിലെ ഉപരാഷ്ട്രപതി, ബെലാറസ് പ്രധാനമന്ത്രി, മംഗോളിയ ഉപപ്രധാനമന്ത്രി എന്നിവരും സംബന്ധിക്കും. പ്രത്യേക ക്ഷണിതാവായി തുർക്ക്മെനിസ്ഥാൻ ക്യാബിനറ്റ് മന്ത്രിമാരുടെ സമിതിയിലെ ഉപാധ്യക്ഷൻ പങ്കെടുക്കും. പരമ്പരാഗത വൈദ്യത്തിന്റെ സാധ്യത തേടുന്നതിനായി ഒരു സമിതി രൂപീകരിക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശം യോഗത്തിൽ ചർച്ചയാകും. ശ്രീ മോദി നിർദ്ദേശിച്ചത് പ്രകാരം സ്റ്റാർട്ടപ്പുകൾ സംബന്ധിച്ചും ചർച്ചയുണ്ടാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അദ്ദേഹത്തിന്റെ പാർലമെന്റ് മണ്ഡലമായ വാരണാസി സന്ദർശിക്കും. ലോക പ്രശസ്തമായ ദേവ് ദീപാവലി ഉത്സവത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നിരവധി ചടങ്ങുകളിലും സംബന്ധിക്കും. ദേശീയപാത 19-ലെ വീതി കൂട്ടിയ പ്രയാഗ്രാജ് വാരണാസി റോഡ് രാജ്യത്തിന് സമർപ്പിക്കും. കാശി വിശ്വനാഥ് ക്ഷേത്രത്തിന്റെ ഇടനാഴി നിർമ്മാണം, സാരാനാഥ് പുരാവസ്തു ഗവേഷണ സ്ഥലം എന്നിവിടങ്ങളിലും പ്രധാനമന്ത്രി സന്ദർശിക്കും. 2447 കോടി രൂപ ചെലവിൽ വീതി കൂട്ടിയ 73 കിലോമീറ്റർ ദേശീയപാത പ്രയാഗ്രാജിൽ നിന്നും വാരാണസിയിലേക്കുള്ള യാത്രാദൈർഘ്യം 1 മണിക്കൂർ കുറയ്ക്കും. ലോക പ്രശസ്തിയാർജിച്ച ദേവ് ദീപാവലി ഉത്സവം കാർത്തിക മാസത്തിലെ പൂർണിമ ദിനത്തിലാണ് ആഘോഷിക്കുന്നത്. വാരണാസിയിലെ രാജ്ഘട്ടിൽ പ്രധാനമന്ത്രി ദീപം തെളിയിക്കുന്നതോടെ ഉത്സവത്തിന് തുടക്കമാകും. കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന 3 സംഘങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആശയവിനിമയം നടത്തും. വീഡിയോ കോൺഫറൻസ് വഴിയാണ് ചർച്ച. ജനോവ ബയോ ഫാർമ, ബയോളജിക്കൽ ഡോക്ടർ റെഡ്ഡീസ് എന്നീ കമ്പനികളിലെ വിദഗ്ധ സംഘവുമായാണ് പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തുന്നത്. രാജ്യത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 94 ലക്ഷമാകുന്നു. കഴിഞ്ഞ ദിവസം രാജ്യത്ത് 41,810 പുതിയ കോവിഡ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. നിലവിൽ 4,54,000-ഓളം പേരാണ് ചികിത്സയിലുള്ളത്. ഇന്നലെ 496 പേർ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചതോടെ ആകെ മരണസംഖ്യ 1,36,696 ആയി. 42,298 പേർ രോഗമുക്തരായി. 93.68% രോഗമുക്തി നിരക്ക്. ഡൽഹിയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 4,906 പുതിയ കേസുകൾ സ്ഥിരീകരിച്ചതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 5,66,000 ആയി. നിലവിൽ രാജ്യതലസ്ഥാനത്ത് ആകെ ചികിത്സയിലുള്ളത് 35,091 പേരാണ്. കേരളത്തിൽ ഇന്നലെ 5,643 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ ശൈലജ അറിയിച്ചു. 5,861 പേർ രോഗമുക്തരായി. 64,589 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 27 പേർ കൂടി ഇന്നലെ കോവിഡ് ബാധിച്ച് മരിച്ചതോടെ ആകെ കോവിഡ് മരണങ്ങൾ 2,243 ആയി. തമിഴ്നാട്ടിൽ കോവിഡ്-19 രോഗികളുടെ എണ്ണം 11,052 കുറഞ്ഞു. സംസ്ഥാനത്തൊട്ടാകെ ഇന്നലെ 1,459 പേർക്ക് അസുഖം കണ്ടെത്തി. വാക്സിനുകൾ പുറത്തിറക്കിയാൽ അവ യാതൊരു ഫീസും ഈടാക്കാതെ പൊതുജനങ്ങൾക്ക് നൽകുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. കോവിഡ്-19 രോഗികൾക്ക് മാത്രമായി ചെന്നൈയിലെ രാജീവ് ഗാന്ധി സർക്കാർ ആശുപത്രിയിൽ 120 കിടക്കകളുള്ള വാർഡ് സംസ്ഥാന ആരോഗ്യമന്ത്രി ഡോക്ടർ സി വിജയഭാസ്കർ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് വ്യാപനം മൂലം സംസ്ഥാനത്തെ സ്കൂളുകളും കോളേജുകളും സിനിമാ തിയേറ്ററുകളും വിനോദ പാർക്കുകളും ഡിസംബർ 31 വരെ തുറക്കില്ലെന്ന് രാജസ്ഥാൻ സർക്കാർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ 18 പേരാണ് കോവിഡ് മൂലം മരിച്ചത്. ഇതോടെ കോവിഡ് ബാധിച്ച് ആകെ മരണം 2,292 ആയി.
പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കാത്തവരിൽ നിന്ന് നാളിതുവരെ ബ്രിഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ 10.7 കോടി രൂപ പിഴ ഈടാക്കിയതായി അധികൃതർ അറിയിച്ചു. 4,85,000 പേരിൽ നിന്നാണിത്. മാസ്ക് ധരിക്കാത്തവരിൽ നിന്ന് 200 രൂപയാണ് പിഴ ഈടാക്കുന്നത്. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6,30,00,000 കവിഞ്ഞു. ഇതിൽ 4,35,00,000-ലധികം പേർ രോഗമുക്തി നേടി. 14,64,756 പേരാണ് രോഗം ബാധിച്ച് മരിച്ചത്. അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ UAE പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനെ സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദേശം കൈമാറി. കോവിഡാനന്തര കാലത്ത് വേണ്ട സാമ്പത്തിക സഹകരണത്തെക്കുറിച്ചും ചർച്ച നടത്തി. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം കേരളത്തിലും ഉണ്ടാകാൻ സാധ്യതയെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരളത്തിൽ ചുഴലിക്കാറ്റുണ്ടാകാൻ നേരിയ സാധ്യതയുണ്ടെന്നും അറിയിപ്പിലുണ്ട്. ഒരു റിപ്പോർട്ട്. നാളെ മുതൽ കടൽ പ്രക്ഷുബ്ധമായേക്കും. ഇന്ന് അർദ്ധരാത്രിക്കു ശേഷം കടലിൽ പോകരുത്. മീൻപിടുത്തത്തിന് പോയവർ ഏറ്റവും അടുത്ത സുരക്ഷിത തീരത്ത് എത്തണം. മറ്റന്നാൾ ഇടുക്കിയിൽ റെഡ് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കൻ ജില്ലകളിൽ ശക്തമായ ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനും നഗരങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. തെക്കൻ കേരളത്തിലെ മലയോര മേഖലകളിലുള്ളവരും ജാഗ്രത പാലിക്കണം. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ആൻഡമാൻ കടലിനോട് ചേർന്ന് കിടക്കുന്ന ബംഗാൾ ഉൾക്കടലിന്റെ തെക്ക് കിഴക്കൻ ഭാഗത്തും ഇന്ത്യൻ മഹാസമുദ്രത്തിന് സമീപവുമായി രൂപം കൊണ്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിച്ചു. ഇത് ശക്തിയാർജിച്ച് തീരത്തേക്ക് കടക്കുമെന്നാണ് കരുതുന്നത്. ഡിസംബർ 2 ഇത് തെക്കൻ തമിഴ്നാട്ടിലേക്ക് നീങ്ങുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇതുമൂലം കന്യാകുമാരി, തിരുനെൽവേലി, തൂത്തുക്കുടി ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയുണ്ടാകും. പാലാരിവട്ടം മേൽപ്പാലം അഴിമതി കേസിൽ റിമാൻഡിൽ കഴിയുന്ന മുൻ പൊതുമരാമത്ത് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് ഇന്ന് ചോദ്യം ചെയ്യും. ഡിവൈഎസ്പി V ശ്യാംകുമാറിന്റെ നേതൃത്വത്തിൽ 2 ഇൻസ്പെക്ടർമാരടങ്ങുന്ന സംഘമാകും ആശുപത്രിയിലെത്തി ഇബ്രാഹിം കുഞ്ഞിനെ ചോദ്യം ചെയ്യുക. കൊച്ചി പാലാരിവട്ടത്ത് KSRTC ബസ് മരത്തിലിടിച്ച് ഡ്രൈവർ മരിച്ചു. പരിക്കേറ്റ 24 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ISL ഫുട്ബോളിൽ ഇന്ന് ഗോവ നോർത്ത് ഈസ്റ്റ് പോരാട്ടം. വൈകിട്ട് 7:30-നാണ് മത്സരം. ഇന്നലെ നടന്ന ചെന്നൈ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. ആദ്യ മത്സരത്തിൽ ജാംഷഡ്പൂരും ഒഡീഷയും 2-2 സമനിലയിൽ പിരിഞ്ഞു. സിഖ് മതസ്ഥാപകൻ ഗുരുനാനാക്കിന്റെ 551-ാം ജന്മവാർഷികം ഇന്ന് ആഘോഷിക്കുന്നു. അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിലും ഇന്ന് ജയന്തി ആഘോഷ പരിപാടികളുണ്ട്. ഗുരുനാനാക്ക് ജയന്തി ദിനത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ത്യയിലും വിദേശത്തുമുള്ള എല്ലാ പൌരന്മാർക്കും പ്രത്യേകിച്ച് സിഖ് സഹോദരങ്ങൾക്ക് ആശംസ നേർന്നു. ഗുരുനാനാക്ക് ദേവിന്റെ ജീവിതവും ഉപദേശവും എല്ലാ മനുഷ്യർക്കും പ്രചോദനമേകണമെന്ന് ശ്രീ കോവിന്ദ് സന്ദേശത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ഗുരുനാനാക്ക് ജയന്തി ആശംസ നേർന്നു. ഗുരുനാനാക്ക് ദേവിന്റെ മഹത്തായ ആശയങ്ങളിൽ നിന്ന് തനിക്ക് വലിയ പ്രചോദനം ലഭിച്ചുവെന്നും മോദി തന്റെ മൻ കി ബാത് പരിപാടിയിൽ പറഞ്ഞു. ഗുരുനാനാക്ക് ജയന്തി ദിനത്തിൽ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു രാജ്യത്തെ അഭിവാദ്യം ചെയ്തു. സിഖ് മതസ്ഥാപകനായ ഗുരുനാനാക്ക് ദേവ്ജി തന്റെ മാതൃകാ ജീവിതത്തിലൂടെ സത്യത്തിന്റെയും അനുകമ്പയുടെയും നീതിയുടെയും പ്രതിരൂപമായി തുടരുകയാണെന്ന് ശ്രീ നായിഡു പറഞ്ഞു. ഛത്തീസ്ഗഡിൽ നക്സൽ ആക്രമണത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച CRPF ഓഫീസർ നിതിൻ ബാലേറാവുവിന്റെ മൃതദേഹം സംസ്കരിച്ചു. നാസിക്കിൽ ഇന്നലെ വൈകുന്നേരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. ഛത്തീസ്ഗഡിൽ താങ്ങുവിലയുടെ അടിസ്ഥാനത്തിൽ നെല്ല് സംഭരണം ഇന്ന് ആരംഭിക്കും. ജനുവരി 31 വരെ സംഭരണം തുടരും. രാജ്യത്തെ നെല്ലറയാണ് ഛത്തീസ്ഗഡിനെ കരുതുന്നത്. ഈ വർഷം 21 ലക്ഷത്തിലധികം കർഷകരാണ് താങ്ങുവില പ്രകാരം അരി വിൽപ്പനയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നൈജറിലെ നിയാമിയിൽ ചേർന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോൺഫറൻസ് വിദേശകാര്യമന്ത്രിമാരുടെ കൌൺസിലിന്റെ 47ാമത് സെഷനിൽ അംഗീകരിച്ച ഇന്ത്യയെക്കുറിച്ചുള്ള പ്രമേയം വസ്തുതാപരമായി തെറ്റും അനാവശ്യ പരാമർശങ്ങളുള്ളതുമാണെന്ന് ഇന്ത്യ. ഭാവിയിൽ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇസ്ലാമിക രാജ്യങ്ങളുടെ സംഘടനകളോട് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷാങ്ഹായ് സഹകരണ സംഘടനാ നേതാക്കളുടെ സമ്മേളനം ഇന്ന്. വെർച്വൽ സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരണാസിയിൽ വിവിധ ചടങ്ങുകളിൽ സംബന്ധിക്കും. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 94%-ലേക്ക്. കേരളത്തിൽ ഇന്നലെ 5861 പേർക്ക് രോഗമുക്തി. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം തമിഴ്നാട് തീരത്തേക്ക്. കേരളത്തിലും ജാഗ്രതാ നിർദ്ദേശം. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെ ഇന്ന് വിജിലൻസ് ചോദ്യം ചെയ്യും.
ISL ഫുട്ബോളിൽ ഇന്ന് ഗോവ നോർത്ത് ഈസ്റ്റ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AAR_news_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15-ന്.